ഗർഭിണിയായ ദിയ കള്ളുഷാപ്പിൽ. അശ്വിനെ ആദ്യമായി കണ്ട സ്ഥലത്ത് അച്ഛനെയും കൂട്ടി ദിയ കൃഷ്ണ. ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലഘട്ടത്തിലൂടെയാണ് ദിയ കൃഷ്ണ കടന്നുപോകുന്നത്. കാരണം അമ്മയാകാനുള്ള തയ്യാറെടുപ്പിലാണ് താരമിപ്പോൾ. കുടുംബവും കുട്ടികളുമായുള്ള ജീവിതം ഏറെ ആഗ്രഹിക്കുന്ന ആളായതിനാലാണ് സഹോദരിമാരെക്കാൾ എല്ലാം മുമ്പ് 26-ാം വയസ്സിൽ തന്നെ ദിയ വിവാഹിതയായത്. വർഷങ്ങളായി പരിചയമുള്ള സുഹൃത്ത് അശ്വിൻ ഗണേഷിനെയാണ് ദിയ വിവാഹം ചെയ്തത്. ഇപ്പോഴിതാ പ്രഗ്നൻസി കാർവിംഗ്സിന്റെ ഭാഗമായി കള്ളുഷാപ്പിലെ ഫുഡ് പരീക്ഷിക്കാൻ അച്ഛനും അശ്വിനൊപ്പം നടത്തിയ യാത്രയുടെ വിശേഷങ്ങൾ ബ്ലോഗായി പങ്കിട്ടിരിക്കുകയാണ് ദിയ. മാംസ്യത്തേക്കാൾ മത്സ്യ വിഭവങ്ങളാണ് അന്നും ഇന്നും ദിയയ്ക്കിഷ്ടം. അതിനാൽ കൂടിയാണ് ഗർഭിണിയായിരിക്കെ ഷാപ്പ് ഫുഡ് പരീക്ഷിക്കാൻ എത്തിയത്. മാത്രമല്ല ചില പഴയ ഓർമ്മകൾ വീണ്ടും പൊടി തട്ടിയെടുക്കാൻ കൂടി വേണ്ടിയായിരുന്നു ദിയയുടെ യാത്ര. കാരണം ഭർത്താവ് അശ്വിനെ ആദ്യമായി ദിയ കണ്ടത് പുഞ്ചക്കരി കള്ളുഷാപ്പിൽ വെച്ചാണ്. അന്ന് നടന്ന ചില രസകരമായ സംഭവങ്ങളും വീഡിയോയിൽ ദിയ വിവരിക്കുന്നുണ്ട്. ഞാനും അശ്വിനും ആദ്യമായി കണ്ടുമുട്ടിയ സ്ഥലത്ത് അച്ഛനൊപ്പം പോയപ്പോൾ എന്ന തലക്കെട്ടോടെയാണ് ദിയ വീഡിയോ പങ്കുവച്ചത്. പുഞ്ചക്കരി കള്ളുഷാപ്പിൽ വെച്ചായിരുന്നു ഞങ്ങൾ ആദ്യമായി കണ്ടത്. എൻ്റെ സുഹൃത്തിൻ്റെ സുഹൃത്തായിരുന്നു അശ്വിൻ. കാണും മുമ്പ് സുഹൃത്തുക്കൾ എപ്പോഴും അശ്വിനെ കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മുടെ ഗ്യാങ്ങിലേക്ക് എന്തിനാണ് അറിയാത്തൊരാളെ വിളിച്ചതെന്ന് ചോദിച്ച് അന്ന് ഞാൻ അശ്വിൻ വന്നപ്പോൾ സുഹൃത്തുക്കളോട് പരാതി പറഞ്ഞിരുന്നു. കൂട്ടത്തിൽ പെട്ടെന്ന് ജോലി കിട്ടിയതും നല്ല സാലറിയുമുള്ള ആളാണ് അശ്വിൻ. അന്ന് ഞങ്ങൾക്കിടയിൽ അശ്വിൻ വന്നിരുന്നു. പക്ഷേ സംസാരിക്കുകയോ പരിചയപ്പെടുകയോ പോലും ചെയ്തിരുന്നില്ല. ഫുഡ് കഴിച്ച് അശ്വിൻ പെട്ടെന്ന് പോയി. അവൻ കഴിച്ചതിൻ്റെ ബില്ല് ഞാൻ കൊടുക്കില്ലെന്ന് പറഞ്ഞ് അന്ന് ഞാൻ പ്രശ്നമുണ്ടാക്കി. പിന്നെ സുഹൃത്തുക്കൾ എന്നെ സമാധാനിപ്പിച്ചു. പിന്നെ വീണ്ടും അശ്വിനെ ഇതേപോലെ കണ്ടു. അന്ന് ഫുഡ് കഴിച്ചതിൻ്റെ ബില്ല് അശ്വിനാണ് കൊടുത്തത്. ബില്ല് വരുന്ന സമയമായപ്പോൾ ഞാനത് അവൻ്റെ തലയിലിട്ടിട്ട് പോയി എന്നാണ് ദിയ അശ്വിനുമായുള്ള ആദ്യ കൂടിക്കാഴ്ചയുടെ അനുഭവം പങ്കിട്ട് പറഞ്ഞത്. വീഡിയോ വൈറലായതോടെ ചില നെഗറ്റീവ് കമൻറ്റുകളും പ്രത്യക്ഷപ്പെട്ടു. അശ്വിന് ഭക്ഷണവും വസ്ത്രവും ഒക്കെ വാങ്ങിക്കൊടുത്തതിൻ്റെ കണക്ക് പറഞ്ഞതിനാണ് ചിലർ ദിയയെ വിമർശിച്ചത്. അശ്വിന് തിന്നാൻ കൊടുത്തതിൻ്റെയും ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുന്നതിൻ്റെയും കണക്ക് പറച്ചിൽ കേൾക്കുമ്പോൾ എന്തോ പോലെ എന്നാണ് ഒരാൾ കുറിച്ചത്.